ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് ഒരു വ്ളോഗ് പോലെ എടുത്തൊരു വീഡിയോ ആണ്. മോളുടെ കരാട്ടയുടെ ബെൽറ്റ് ടെസ്റ്റാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഔട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ബെൽറ്റ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 7:30 മോർണിംഗ് 7:30ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 45 മിനിറ്റ് ദൂരമുണ്ട് ഈ ശ്രീ കന്റീരവ സ്റ്റേഡിയത്തിലോട്ട് എത്താൻ. അപ്പോൾ ഇവിടേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ രാവിലെ നേരത്തെ ഒരു 6:30ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 7:30 ഒക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തി. രാവിലെ ആയ കാരണം ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല അധികം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റി. അതിനുശേഷം ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ബ്ലൂ ബെൽറ്റാണ്, ഇപ്പോൾ ഗ്രീൻ ബെൽറ്റാണ്. ഇനി ടെസ്റ്റ് കഴിഞ്ഞ് കിട്ടാൻ പോകുന്നത് ബ്ലൂ ബെൽറ്റാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതൊരു വാമപ്പും പിന്നെ കുറച്ച് എക്സസൈസുകളും എല്ലാം ചെയ്ത ശേഷമാണ് ഒരു ടെസ്റ്റ് നടത്തുക. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ 7:30ക്ക് തന്നെ ടെസ്റ്റ് തുടങ്ങുന്നു പറഞ്ഞിട്ട് രാവിലെ നേരത്തെ 5 മണിക്ക് തന്നെ എണീറ്റ് മോളൊക്കെ റെഡിയായതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് എല്ലാവരും പോയത്. മോള് പാല് കുടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ അതുമാത്രമല്ല, അവർക്ക് ബെൽറ്റ് ടെസ്റ്റിന് ആ കുട്ടികളുടെ സ്ട്രെങ്ത്തും സ്റ്റാമിനയൊക്കെ കറക്റ്റായിട്ട് അവരെത്രത്തോളം എംപ്റ്റി സ്റ്റൊമക്കിൽ അവർക്ക് പവർഫുള്ളായിരിക്കാൻ പറ്റും എന്നുകൂടി നോക്കാനാണ് ഇത്രയും രാവിലെ തന്നെ ബെൽറ്റ് ടെസ്റ്റ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരും കഴിച്ചിട്ടൊന്നുമില്ല. ഇടയ്ക്ക് വാട്ടർ കുടിക്കാൻ മാത്രം, അതൊരു വാട്ടർ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ മാത്രം അവരെ വിടുമായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല വിശന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എല്ലാ കുട്ടികൾക്കും നല്ല ടയേർഡായി ലാസ്റ്റ് ആകുമ്പോഴേക്കും. പക്ഷേ എങ്കിലും അവർക്ക് നല്ല ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല സ്പിരിറ്റിൽ തന്നെ ചെയ്തു. അപ്പോൾ സ്റ്റാർട്ടിങ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എക്സസൈസ് ചെയ്യുമ്പോൾ ബാക്കി കോമൺ ആയിട്ടുള്ളതൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ബെൽറ്റ് സ്റ്റുഡൻസും ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ടെസ്റ്റിൻ്റെ സമയത്ത് മാത്രം ഓരോ ബെൽറ്റുകാരും സെപ്പറേറ്റ് ആയിട്ട് ഗ്രൂപ്പായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ യെല്ലോ ബെൽറ്റ് മുതൽ ബ്ലാക്ക് ബെൽറ്റിന് വേണ്ടി ഉള്ള കുട്ടികളടക്കം ഇതിലുണ്ട്. അങ്ങനെ കുറച്ച് ഓരോ പാർട്ടായിട്ട് എല്ലാവരെയും കൊണ്ട് വാമപ്പ് ചെയ്യിപ്പിച്ച് എല്ലാം ചെയ്ത് മാക്സിമം അവരെല്ലാ എക്സസൈസും ചെയ്ത് നല്ല ടയേർഡാവും ലാസ്റ്റ് ആകുമ്പോഴേക്കും. അതിനുശേഷമാണ് അവരുടെ ബെൽറ്റ് ടെസ്റ്റ് ശരിക്കും നടത്തുന്നത്. അപ്പോൾ ഓവറോൾ ഒരുവിധം എല്ലാം കഴിഞ്ഞു. ഞാൻ എല്ലാം കവർ ചെയ്തിട്ടില്ല, കാരണം വീഡിയോ അപ്പോൾ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് എല്ലാം കട്ട് ചെയ്തിട്ട് കുറച്ച് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും അവർ നന്നായി എൻജോയ് ചെയ്യാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന നമുക്കാണ് ക്ഷീണം, അവർക്ക് ക്ഷീണമൊന്നുമില്ല. അവരെല്ലാം നല്ല രസത്തിൽ എല്ലാവരും എൻജോയ് ചെയ്ത് ചിരിച്ചിട്ടൊക്കെയാണ് ലാസ്റ്റ് ചെയ്യുന്നത്. ഇത് നല്ല ടയേർഡാണ്, വിശക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ടെസ്റ്റ് തുടങ്ങി. ഇതാണ് ടെസ്റ്റ് കറക്റ്റായിട്ട് ഓരോ സെക്ഷനായിട്ട് ഓരോ ബെൽറ്റിൻ്റെ കുട്ടികളെ മാത്രം വിളിച്ചിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ ഇത് ഗ്രീൻ സെക്കൻഡ് ബെൽറ്റാണ്. അത് ഓരോ ബെൽറ്റും സെക്കൻഡ് 2 ബെൽറ്റുണ്ട്. ഗ്രീനിന് ബ്ലൂവിന് 2 ബെൽറ്റുണ്ട്. അപ്പോൾ ആദ്യം വൈറ്റ് ബെൽറ്റ്, പിന്നെ യെല്ലോ, പിന്നെ ഗ്രീൻ ഫസ്റ്റ്, ഗ്രീൻ സെക്കൻഡ്, അങ്ങനെ ബെൽറ്റുണ്ട്. അപ്പോൾ ഗ്രീനിൻ്റെ രണ്ടാമത്തെ ബെൽറ്റാണ് ഇപ്പോൾ വിൽക്കുന്നത്. ഇനി കിട്ടുന്ന ബെൽറ്റാണ് ബ്ലൂ ബെൽറ്റ്. അപ്പോൾ ഇവർ ബ്ലാക്ക് ബെൽറ്റിനുള്ള കുട്ടികളാണ്. ധാനിരുദ്ധാണ് മോളുടെ ബാച്ചിൽ തന്നെയുള്ള കുട്ടിയാണ്. അപ്പോൾ കൂളായിട്ട് ഇതൊക്കെ പൊട്ടിച്ച് ബെൽറ്റൊക്കെ കിട്ടി. അങ്ങനെ ബെൽറ്റ് ടെസ്റ്റ് കഴിഞ്ഞു. ഇത് എക്സ്റ്റേണൽ സാറാണ്, ബെൽറ്റ് ടെസ്റ്റ് നടത്തിയ സാറാണ്. അപ്പം അതിനുശേഷം ബെൽറ്റും സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനും എല്ലാം കഴിഞ്ഞ ശേഷം ഇതാണ് മാം, മോഹിനി മാം, നമ്മളുടെ പഠിപ്പിക്കുന്ന മാമാണ്. അങ്ങനെ ഫോട്ടോ സെക്ഷനിലേക്ക് കഴിഞ്ഞു. ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുത്തിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ അടുത്തുള്ള ഒരു പാർക്കിലോട്ട് പോയി. അതാണ് കബൺ പാർക്ക്. നിങ്ങൾക്ക് അറിയായിരിക്കും, ബാംഗ്ലൂരിൽ തന്നെ മെയിനായിട്ട് 2 വലിയ പാർക്കാണുള്ളത്. അതായത് ബൊട്ടാനിക്കൽ ഗാർഡൻ പോലെയുള്ള ലാൽബാഗും കബൺ പാർക്കും. രണ്ടവിടെയും ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുള്ള 2 പാർക്കാണ്. പക്ഷേ ലാൽബാഗിനേക്കാൾ കുറച്ചുകൂടി കുട്ടികൾക്ക് പോകാൻ പറ്റിയത് കബൺ പാർക്ക് തന്നെയാണ്. ഇവിടെ ആകുമ്പോൾ കുറച്ച് പ്ലേ ഏരിയ ഉണ്ട്, ചെറിയൊരു പാർക്കും അക്വേറിയം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ലാൽബാഗിലാകുമ്പോൾ അതൊന്നുമില്ല. അവിടെ മെയിനായിട്ട് ഗ്ലാസ് ഹൗസ് ഉണ്ട്. പിന്നെ ഫ്ലവർ ഷോ ഉള്ള സമയത്താണെങ്കിലും ഒക്കെ സൂപ്പറായിരിക്കും കാണാൻ. അപ്പം ഞങ്ങളങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നു. അപ്പോൾ 411 കൂടുതൽ സ്പീഷീസ് മരങ്ങളും ചെടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. മെയിനായിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഒരുപാട് പുതുമയൊന്നും തോന്നില്ല, എങ്കിൽ കൂടി എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് മരങ്ങൾക്ക് കേടുവരുന്ന പോലെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം നാച്ചുറലായിട്ട് ഓരോ സ്പീഷീസ് ഓരോ ടൈപ്പ് മരങ്ങളും ഒരു സെക്ഷനായിട്ട് ഓരോ ഭാഗത്തും ഒരുമിച്ച് വെച്ച് നല്ല ഭംഗിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുറേ നടക്കാം ഇതിൻ്റെ ഉള്ളിൽ, കുറേ അവിടെ ഇവിടെയൊക്കെ ഇരിക്കാൻ കുറേ ബെഞ്ചുകളും. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇത്, ഈ പ്രാവ്. ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരാൾ അതിന് തീറ്റിയിട്ട് കൊടുത്തതും
എല്ലാ പ്രാവും കൂടി പറന്നങ്ങനെ വന്ന് നിന്നു. മരത്തിൻ്റെ മുകളിലൊക്കെ ഇനി ഫുൾ നിറയെ പ്രാവുണ്ട്. അപ്പം എല്ലാം കൂടി വന്നു അവിടെ ഫുഡ് കഴിക്കുകയാണ്. ഈ കാഴ്ച ഞങ്ങൾ കുറച്ചു നേരം കണ്ടു തന്നു. അവിടെ പോകുന്നവർ തീർച്ചയായിട്ടും ഇത് കാണണം, ഇത് മിസ് ചെയ്യരുത്. നേരിട്ട് കാണുമ്പോൾ എന്തൊരു രസമെന്ന് അറിയാം. പിന്നെ ഒരുപാട് അടുത്ത് പോയി നിന്നില്ല, കാരണം മരത്തിൻ്റെ മുകളിലൊക്കെ നിറയെ പ്രാവുണ്ട്. പിന്നെ ഒരുപാട് ജഗദീഷ് പറഞ്ഞ പോലെ അയ്യേ കാക്ക തൂറി എന്ന് പറയേണ്ട അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നീങ്ങി തന്നെ നിന്നത്. അപ്പോൾ ഇവിടെ കണ്ടു നിറയെ പ്രാവുണ്ട്, മാത്രമല്ല പരുന്തും എല്ലാം ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം പ്രാവുകളെയൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ അടുത്ത് പോയി അവരെല്ലാവരും പറന്നു പോകും, വീണ്ടും തിരിച്ചു വന്നിട്ട് തീറ്റ കഴിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈ കുട്ടികളത് അതിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. എല്ലാവരും പെട്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്, ഒട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല രസമുണ്ടായിരുന്നു, സൂപ്പർ കാഴ്ചയായിരുന്നു കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ പോയിട്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പ്രാവുകളെല്ലാം തിരിച്ചു പോയി, അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് വീണ്ടും അവിടെ നിന്ന് പതുക്കെ നടക്കാൻ തുടങ്ങി. ഇതാണ് റോസ് ഗാർഡൻ. റോസ് ഗാർഡൻ എന്ന് പറയുമ്പോൾ ഫുൾ റോസാപ്പൂക്കൾ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ റെഡ് കളർ, അതാണ് ഇവിടുത്തെ സെൻട്രൽ ലൈബ്രറിയാണ്. അത് ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇപ്പോൾ സെൻട്രൽ ലൈബ്രറിയാണ് അറ്റത്ത് കാണുന്നത്. ഇപ്പോൾ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഈ പാർക്ക് പറഞ്ഞാൽ ഒരുപാട് വലുതാണ്, അതുകൊണ്ട് തന്നെ ഗേറ്റ് പല ഭാഗത്തും ഉണ്ട്, 4 ഭാഗത്തും ഗേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടെ എൻട്രൻസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതിൽ കൂടെ വേണമെങ്കിലും ഇറങ്ങാം. ഇതിപ്പോൾ ബാക്കിൽ ഒരു സൈഡിൽ വരുന്ന ഗേറ്റാണ്. നമ്മൾ സ്റ്റാർട്ടിങ് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നടന്ന് മറ്റേ ഭാഗത്തുള്ള ഗേറ്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ വീണ്ടും ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഇടയിലൂടെ പുറത്തോട്ട് നടന്നു പോവാണ്. അങ്ങനെ പുറത്തിറങ്ങിയതും അവിടെ സൈഡിൽ തന്നെ മക്ഡൊണാൾഡിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം തിരിച്ച് ഞങ്ങൾ വീണ്ടും ഈ കബൺ പാർക്കിൻ്റെ ഉള്ളിലോട്ട് തന്നെ വന്നു. അപ്പോൾ കബൺ പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോകാൻ എൻട്രൻസ് ഫീസ് ഇല്ല, ഫ്രീ ആണ്. പക്ഷേ അതിൻ്റെ സൈഡിൽ തന്നെ അക്വേറിയം ഉണ്ട്, പിന്നെ കുട്ടികൾക്കുള്ളൊരു പാർക്കുണ്ട്. അവിടെ രണ്ടവിടേക്ക് കയറാൻ നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ ഒരാൾക്ക് 10 രൂപയാണ് അക്വേറിയത്തിലോട്ട് പോകാനുള്ള ടിക്കറ്റ്. അതായത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫീസില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് അക്വേറിയം. ഏറ്റവും വലിയ അക്വേറിയം ജമ്മുവിലാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ അക്വേറിയമാണ് ഈ ബാംഗ്ലൂരിലുള്ള ഈ ഗവൺമെൻറ് അക്വേറിയം. ഈ ഗവൺമെൻറ് അക്വേറിയം തന്നെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ബാംഗ്ലൂരിലുള്ള സൂപ്പർ ഒരു പ്ലേസാണ്, കാണാൻ ആരും മിസ് ചെയ്യരുത്. വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കാണണം. അപ്പോൾ ഇവിടെ പലതരം കുറേ മീനുകളുണ്ട്. എല്ലാത്തിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ എല്ലാം ഇതിലിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം വീഡിയോ ലെങ്തി ആയി പോകും. അക്വേറിയത്തിൻ്റെ മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം. അങ്ങനെ അക്വേറിയത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് പോയി. അതിൻ്റെ സൈഡിൽ തന്നെ നെക്സ്റ്റ് ഗേറ്റ് തന്നെയാണ് കുട്ടികളുടെ പാർക്ക്. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഈ കബൺ പാർക്കിനുള്ളിലേക്ക് പോകാൻ ടിക്കറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ കാർ പാർക്കിങ്ങിന് മാത്രം അവിടെ എക്സ്ട്രാ പൈസ കൊടുക്കണ്ടുള്ളൂ. അപ്പോൾ ടിക്കറ്റ് എടുത്തു. ഈ ട്രെയിനിൽ കയറി ഒരുപാട് പ്രതീക്ഷയോടെ കയറി ഇരുന്നതാണ്. 2 ഭാഗത്ത് എന്തൊക്കെയോ കാണാനുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രതീക്ഷിച്ച അത്രയ്ക്കൊന്നുമില്ല. കുറച്ച് മുളക്കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ മുളകളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പാലം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ കുറേ വെള്ളം, അതായത് പച്ച കളറിൽ പായൽ നിറഞ്ഞിട്ട് ശരിക്കും പച്ച വെള്ളം കാണാൻ പറ്റിയിരുന്നു. ഇതായത് കണ്ടത്. ഇങ്ങനെ സൈഡിൽ കുറച്ച് മുളയൊക്കെ ഉണ്ട്.
ഇതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഉൾഭാഗത്തായിട്ട് മുളയൊക്കെ നിറയെ മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് 2 ഭാഗത്തും കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോയി. കറക്റ്റ് ഈ പാർക്കിൻ്റെ ചുറ്റുമാണ് ഇതിൻ്റെ ട്രാക്കുള്ളത്. ഒരു 7-8 മിനിറ്റ് ഈ ട്രെയിനിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഇടയിൽ കാണുന്ന വഴിയുടെ 2 ഭാഗത്തും പാർക്ക് തന്നെയാണ്. ഇതെല്ലാം ഇതിൻ്റെ ഉൾഭാഗത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ ഈ കറക്റ്റ് ഈ ഒരു പാർക്കിൻ്റെ റൗണ്ടാണ് നമ്മൾ ട്രെയിനിൽ പോകുന്നത്. പോകുന്ന വഴിക്ക് ഈ പാർക്കിൽ എവിടെ എന്തൊക്കെയൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്കൊന്ന് നോക്കി വയ്ക്കാം. കാരണം ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമുക്ക് അവിടെയൊക്കെ പോകാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വന്ന് ഇവിടെ എല്ലാം കയറി ഈ പാർക്കിലെല്ലാം കളിച്ചു. അതിന് ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ച് വന്നത്. അപ്പോൾ 2 ഭാഗത്തെയും കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. എത്രത്തോളം വ്ളോഗ് വീഡിയോ ശരിയായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ സന്തോഷം നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ജ്വല്ലറി ഡിസൈനായിട്ട് വരുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.